11 ഭഗവാൻ കൃഷ്ണൻ ഇനിയാണ് ശരിക്കും ഉപദേശം തുടങ്ങുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനു മുമ്പുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അർജുനൻ പറഞ്ഞു ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല. യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞ് മിണ്ടാതിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. അപ്പൊ അങ്ങനെ മിണ്ടാതിരുന്നപ്പോ അത് കണ്ടപ്പോ ഭഗവാൻ പറയാൻ തുടങ്ങി. അപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, മഹാരാജാവ്, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തില് ഇങ്ങനെ വിഷാദിച്ചു നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞു. എന്താണ് പറഞ്ഞെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. 11-ാമത്തെ അശോച്യാനന്യശോചത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗദാസുന ഗദാസും ച നാനുശോചന്തി പണ്ഡിതഃ. അടുത്ത ശ്ലോകത്തില് പറഞ്ഞതാണ്. ആദ്യം തന്നെ കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. എല്ലാവരും റെഡിയായില്ലേ കേൾക്കാൻ? ഉപദേശം കേൾക്കാൻ തയ്യാറായോ എല്ലാവരും? ഓക്കെ. എന്താണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യമായിട്ട് പറഞ്ഞത്? എന്താണ്? അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാസുന ഗദാസൂംശ നാനുശോചന്തി പണ്ഡിതാഹ എന്നാണ് ആദ്യം തന്നെ പറയുന്നതാണ്. അശോച്യാൻ, ശോച്യാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച്. അന്വശോച, നീ ദുഃഖിക്കുന്നു. ത്വം എന്ന് പറഞ്ഞു, ത്വം, നീ ദുഃഖിക്കുന്നു. ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. പിന്നെയോ പ്രജ്ഞാവാദാൻ ഭാഷസേ, അറിവുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള യുക്തിവാദങ്ങൾ നീ പറയുകയും ചെയ്യുന്നു, പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പണ്ഡിതാഹ എന്ന് പറഞ്ഞാൽ അറിവുള്ളവര് എന്നർത്ഥം. ഗദാസൂൻ അഗദാസൂൻ ച പറഞ്ഞാൽ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് ന അനുശോചന്തി, ദുഃഖിക്കുന്നില്ല. ആര് ദുഃഖിക്കുന്നില്ല? പണ്ഡിതന്മാര് ദുഃഖിക്കില്ല. അപ്പൊ അർജുനൻ ആദ്യം പറയുന്നതാണ്, നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതേസമയം നിനക്ക് അറിവുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നീ പറയണം, യുക്തിവാദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അറിവുണ്ട് എന്ന് കരുതിയിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അറിവുള്ളവർ എന്താ ചെയ്യാ? അവര് മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ദുഃഖിക്കില്ല, അറിവുള്ളവര് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ അറിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഈ അറിവും ദുഃഖവും രണ്ടും കൂടി ഒരുമിച്ചിരിക്കില്ല, അവരൊരുമിച്ച് പോവില്ല. മനസ്സിലായോ? ഒന്നുകിൽ അറിവ് അല്ലെങ്കിൽ ദുഃഖം, രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും പോവില്ല എന്നാണ് പറയുന്നത്. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, അറിവ് ദുഃഖം. അപ്പൊ അറിവുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവില്ല, അപ്പൊ ദുഃഖമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അറിവില്ല എന്നാണ് ഇതിന്റെ. അപ്പോൾ അർജുനൻ ദുഃഖിക്കുന്നുണ്ട്, അതേസമയം അറിവുള്ള ആളെ പോലെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിവ് പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ അറിവ് വേണ്ട വിധത്തിലുള്ള അറിവ് നേടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അർജുനൻ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അർജുനനും പൂർണ്ണമായ അറിവ് കിട്ടിയിട്ടില്ല. അർജുനന്റെ അജ്ഞാനമാണത് വെളിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും അർജുനന്റെ ദുഃഖത്തിന്റെ കാരണം നേരത്തെ പറഞ്ഞു മമതയാണ് അല്ലെ, എന്റേത് എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ദുഃഖം വരെ ജീവിതത്തില്. ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം, എനിക്ക് എന്തെങ്കിലും കേടുപറ്റണം അല്ലെ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അപ്പൊ എനിക്ക് ദുഃഖം ഉണ്ടാവും. അതല്ലെങ്കിലോ എന്റേതെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം അല്ലെ. അത് വസ്തുക്കളായാലും ശരി വ്യക്തികളായാലും ശരി, എന്റേത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമ്പോ എനിക്ക് ദുഃഖം ഉണ്ടാവും. അപ്പൊ എനിക്കോ എന്റേതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോഴേ എനിക്ക് ദുഃഖമുള്ളൂ, ശരിയല്ലേ? ഇനി എന്റേതല്ലാത്ത എന്ത് സംഭവിച്ചാലും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല അല്ലെ. അധികം ദുഃഖം ഉണ്ടാവുന്നവരുണ്ടാവാം, പക്ഷെ അധികം ആളുകൾക്കും എന്റേതല്ലാത്ത എന്ത് സംഭവിച്ചാലും ദുഃഖം ഉണ്ടാവാറില്ല, ശരിയാണോ? എന്ന് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്തവർക്കാണ് എന്തെങ്കിലും കുഴപ്പം പറ്റുന്നതെങ്കിലോ ദുഃഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സന്തോഷിക്കുകയും കൂടിയും ചെയ്യും, അവർക്ക് ഇത് പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിയല്ല? അങ്ങനെ സംഭവിക്കും. അപ്പോ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത് ഈ മമതയാണ്, എന്റേത് എന്നുള്ള ഈ തോന്നലാണ്. അപ്പൊ ഈ മമത എവിടെ നിന്ന് വന്നു? നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചു, അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. അറിവില്ലായ്മയിൽ നിന്നാണ് എന്റേത് എന്നുള്ള തോന്നൽ വരും, മമത ഉണ്ടാവുക.
അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവര് എന്നാണ് അർത്ഥം. പണ്ഡിതന്മാർ ആരെ കുറിച്ചും ദുഃഖിക്കാറില്ല, കാരണം അവർ അറിവുള്ളവരാണ്. പണ്ഡിതൻ, പണ്ട എന്ന് പറഞ്ഞാൽ, അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് പണ്ഡിതൻ എന്ന് പറയാ? പണ്ട എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. പണ്ട എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ടയുള്ളവനാണ് പണ്ഡിതൻ, ആത്മജ്ഞാനമുള്ളവനാണ് പണ്ഡിതൻ. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയുന്ന ആളാണ് പണ്ഡിതൻ. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എവിടെയാണ്, അതിന്റെ ആ അതിന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണ്, അതെവിടെ നിൽക്കുന്നത്, ആ വസ്തുവിന്റെ സ്വരൂപം എന്താണ്, പ്രപഞ്ചം എന്ന് വിളിക്കുന്നതിന്റെ സ്വരൂപം എന്താണ് യഥാർത്ഥത്തിൽ, അതറിഞ്ഞ ആളാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ചുറ്റും എന്താണ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്ന ഈ നാമരൂപങ്ങൾ, പ്രപഞ്ചത്തിലെ ജഡദൃശ്യങ്ങൾ മുഴുവൻ നാമരൂപങ്ങളും, അത് മുഴുവൻ എവിടെ ഉണ്ടാവുന്ന ആ ആത്മാവിലാണ്, ആത്മവസ്തുവിലാണ്. ആത്മാവ് എന്ന് പറയുന്ന പദാർത്ഥ ആ വസ്തുവിലാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ദൃശ്യങ്ങളും ഉണ്ടാവുന്നത് അതിലാണ്. അപ്പോ ഈ ആത്മവസ്തുവില് ഈ പ്രപഞ്ചത്തിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു, അപ്രത്യക്ഷമാവുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ആത്മാവിന് അതൊന്നും ഒരു കോട്ടവും തട്ടണില്ല. ആത്മാവിനെ അത് ബാധിക്കുന്നേ ഇല്ല. ആത്മാവ് കൂടുന്നില്ല, കുറയുന്നില്ല, അത് ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സിനിമ നമ്മൾ കാണാറില്ല, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നു. തിയേറ്ററിൽ ചെന്ന് സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ പല രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചിലപ്പോ നായകനും വില്ലനും തമ്മിൽ സ്റ്റണ്ട് സീനായിരിക്കാം, അതല്ലെങ്കിൽ വില്ലൻ ആരെങ്കിലും വീട് തീ കൊളുത്തുന്നത് കാണുന്നുണ്ടാവാം. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്ക്രീനിന് വല്ല ദോഷം സംഭവിക്കുന്നുണ്ടോ? സ്ക്രീനിന് യാതൊരു കുഴപ്പമില്ല, സ്ക്രീൻ അങ്ങനെ തന്നെ ഇരിക്കുക. സിനിമയിൽ എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും സ്ക്രീനിനെ അതൊന്നും ബാധിക്കുന്നില്ല. അതേപോലെയാണ് ആത്മാവ് എന്ന് പറയുന്ന സ്ക്രീനിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവിന് യാതൊന്നും ഒരു കുറവുമില്ല, കൂടുതൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ ജലത്തിൽ നിന്ന് ജലത്തിലാണ് കുമിളകൾ ഉണ്ടാവുന്നു, അതങ്ങനെ മറിഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷെ ആ കുമിളകൾ ഉണ്ടായത് കൊണ്ട് വെള്ളത്തിന് കുറവ് സംഭവിക്കുന്നില്ല. ഇനി ആ കുമിള പൊട്ടിപ്പോയി വെള്ളമായി ലയിച്ചു ചേർന്നപ്പോൾ വെള്ളത്തിന് കൂടുതൽ ഉണ്ടാവണില്ല, വെള്ളം ഒരേപോലെ തന്നെ, അല്ലെ? അപ്പൊ ആ വസ്തു, സത്യമായിരിക്കുന്ന ആ വസ്തുവിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല, ഒരു കേടും സംഭവിക്കുന്നില്ല. പിന്നെ ഈ സാഹചര്യം ഏതായാലും ഇവിടെ ദുഃഖിക്കാൻ എന്താ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. പറയാൻ വളരെ എളുപ്പമാണല്ല, എന്നാലും ഇത് കേട്ടോണ്ടിരുന്നാ മതി. പറയാൻ എളുപ്പമാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക. കാരണം സത്യം ഇതാണ്, ആ വസ്തു യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കുന്ന ആ വസ്തുവിന് ഏത് സാഹചര്യത്തിലും ഒരു ദോഷവും അതിന് സംഭവിക്കുന്നില്ല. അപ്പൊ ഉള്ളതിനൊരു ദോഷവും സംഭവിക്കുന്നില്ല, പിന്നെന്തിനാ ദുഃഖിക്കണ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് പിന്നെ ഈ മമത ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സത്യമായിട്ടുള്ള വസ്തു എന്താണ് അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്താണ്, അല്ലെ? നമുക്ക് ഓരോന്നിനെ കുറിച്ചും അങ്ങനെ വേണമെങ്കിൽ വിചാരം ചെയ്യാം. നമുക്ക് മുന്നിൽ കാണുന്ന ഓരോ പദാർത്ഥങ്ങളെ കുറിച്ചും നമ്മൾക്ക് വിചാരം ചെയ്യാം. ഇത് എപ്പോഴും ഉള്ളതാണോ എന്ന് വിചാരം ചെയ്യാം, അല്ലെ? ഇപ്പൊ എന്റെ മുന്നിൽ ലാപ്ടോപ്പ് ഇരിക്കുന്നു, ഈ ലാപ്ടോപ്പ് സത്യമാണോ എന്നറിയാം. സത്യമാണെങ്കിൽ എപ്പോഴും ഉള്ളതാണ് എന്നാണ് എന്റെ അർത്ഥം, അല്ലെ? അപ്പൊ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. എന്റെ മുന്നിൽ ഈ ലാപ്ടോപ്പ് ഇപ്പൊ ഉണ്ട്, പക്ഷെ കുറെ കാലം മുമ്പ് ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട്, ഇനി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടാവില്ല, അത് നശിച്ചു പോകും. അപ്പോ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുണ്ട്, ഇനി ഒരു കുറെ കാലം കഴിഞ്ഞ് ഉണ്ടാവൂല. അപ്പൊ അതിനെ സത്യം എന്ന് വിളിക്കാൻ പറ്റുമോ? അത് സത്യമല്ല. കാരണം സത്യം എന്ന് പറയുന്നത് ഉണ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ് സത്യം. ത്രികാലാബാധിതം യത് സത്യം എന്നാണ് പറയുന്നത്. 3 കാലങ്ങളാലും ബാധിക്കാത്തതാണ് സത്യം, അല്ലെങ്കിൽ സമയം, കാലാതീതമാണ് സത്യം. പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ സത്യത്തിനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഒന്നിനാലും ബാധിക്കപ്പെടാതെ എപ്പോഴും ഒരേപോലെ നിൽക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ചുറ്റുപാടും കാണുന്നതിന് ഓരോന്നിനെയും, ഈ വ്യക്തികളെ കുറിച്ച് നമ്മൾക്ക് അങ്ങനെ ആലോചിക്കാം. എന്റെ കൂടെ ഉള്ള ആള് ഇപ്പൊ ഉണ്ട് കൂടെ, പക്ഷെ കുറെ മുമ്പ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു ദിവസം കയറി വന്നതാ എന്റെ കൂടെ, അല്ലെ?
ഇനി കുറെ കാലം കഴിഞ്ഞാലോ പോവുകയും ചെയ്യും, ഇറങ്ങി പോവുകയും ചെയ്യും, എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ ആ വ്യക്തികൾ സത്യമാണോ? അല്ല. ആ രൂപം അത് സത്യമല്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കുമ്പോ നമ്മൾക്ക് അങ്ങനെ വിചാരം ചെയ്യുമ്പോഴാണ് വസ്തു എന്താണ്, യഥാർത്ഥത്തിൽ സത്യവസ്തു എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ വിചാരം ചെയ്ത് സത്യവസ്തു എന്താണ് എന്ന് അതറിയാത്തത് കൊണ്ടാണ് ഈ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന കാര്യങ്ങളോട് നമ്മൾക്ക് അറ്റാച്ച്മെന്റ്, എന്റേത് എന്നുള്ള തോന്നൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്റേതാണെങ്കിൽ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം, അതല്ലേ എന്റേതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും എന്റെ കൂടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതൊന്നും എന്റേതല്ല. എപ്പോഴും എന്റെ കൂടെ ഇല്ലാത്തതൊന്നും എന്റേതല്ല. അപ്പൊ എന്റേതല്ലാത്ത കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഞാൻ എന്തിനാ ദുഃഖിക്കണം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ സത്യവസ്തുവിനെ വിചാരം ചെയ്ത് അറിയാത്തത് കൊണ്ട് നമ്മൾ ചുറ്റും കാണുന്ന തൽക്കാലത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളില്, പദാർത്ഥങ്ങളില്, വ്യക്തികളില്, വസ്തുക്കളില് ഒക്കെ ആ മമതയിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇത് എന്റേതാണെന്നുള്ള തോന്നൽ വരും. ഈ തോന്നലാണ് നമ്മൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. നേരെ മറിച്ച് ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കാത്ത, എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന ആ ആത്മവസ്തു, ആ സത്യവസ്തുവിനെ തന്നെ അറിയുന്ന പണ്ഡിതന്, അല്ലെങ്കിൽ അതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പണ്ഡിതന് ഒന്നിനോടും ഒരു മമത ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതാണ് സത്യം, മറ്റതൊക്കെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ പോലെയുള്ളൂ. സ്ക്രീനാണ് സത്യം, അതുകൊണ്ട്. അതേപോലെ ആത്മാവാണ് സത്യം, മറ്റ് കാണുന്നത് മുഴുവൻ അസത്യമാണ്, അത് എപ്പോഴും ഉള്ളതല്ല. അപ്പോ അസത്യമായ കാര്യങ്ങളോട് പിന്നെ നമുക്ക് മമത തോന്നേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പണ്ഡിതന് ദുഃഖമുണ്ടാവില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു ദോഷവുമില്ലാത്ത, ഒരു കേടുപാടും കൂടാത്ത ആ ആത്മവസ്തുവിനെ തന്നെ ദർശിക്കുന്ന ആളാണ് പണ്ഡിതൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നിനോടും മമത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു തലം. ഇനി അതല്ല, ഇനി ലൗകിക തലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അപ്പോഴും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ജീവിതത്തില് ദുഃഖം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആർക്കും സാധിക്കില്ല. പറ്റുമോ? നമ്മളിപ്പോ ദുഃഖിച്ചിരിക്കാന്ന് വിചാരിക്കുക, ഒരു ഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? പറ്റില്ല. ഇപ്പോ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചു, മരിച്ച ദുഃഖമുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് വസ്തുത ഇതാണ്. എന്താണ്? നമ്മൾ ഒരാ വ്യക്തി മരിക്കുന്നു, ആ മരണപ്പെട്ടതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു. ദുഃഖം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിരുന്നുകൊണ്ട് ആ മരിച്ചവർ തിരിച്ചു വരുമോ? ഒരിക്കലും വരില്ല. ഈ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നോ എന്ന് വിചാരിക്കുക, ഒരു രോഗം ബാധിച്ചു, നമ്മൾ വിഷമിച്ച് ദുഃഖിച്ചിരുന്നിട്ട് ആ രോഗം മാറുമോ? ഒരിക്കലും മാറില്ല. അപ്പൊ ദുഃഖിച്ചിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എന്ന് മാത്രമല്ല, ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദുഃഖത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അവർ വേഗം മരണത്തിലേക്ക് എടുക്കും എന്നാണ് പറയുക, അല്ലെ? കാരണം അവർക്ക് ദുഃഖമാണ്, ആ നെഗറ്റിവിറ്റി അത് അവരെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം അവരുടെ രോഗത്തിന് ശക്തി കൂടും, അല്ലെ? ആ മാനസികമായിട്ടുള്ള ആധികളാണ് വ്യാധിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ വീണ്ടും ആദി തുടർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വ്യാധിയുടെ ശക്തി കൂടും, രോഗം കൂടും, രോഗം മൂർച്ഛിക്കും, മരണം സംഭവിക്കും. അപ്പോ നഷ്ടപ്പെടുത്തത് അങ്ങനെയാകുമ്പോ എന്താ സംഭവിക്കുക? അപ്പൊ ആ ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണം തന്നെ നമ്മൾക്ക് അറിയില്ല, അവബോധം ഉണ്ടാവില്ല. അപ്പൊ നഷ്ടം സംഭവിച്ചതിനെ നികത്തിയെടുക്കാനുള്ള കഴിവ് പോലും നമ്മൾക്ക് നഷ്ടമാവും ദുഃഖിച്ചിരിക്കുമ്പോ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? സാഹചര്യം ഏതോ ആവട്ടെ, ഏത് പരിതസ്ഥിതി ആയാലും ദുഃഖം ഒഴിവാക്കി അവനവന്റെ കർത്തവ്യം ചെയ്യുക. അവനവൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ഇപ്പൊ ചെയ്യാനുള്ളത്, അത് തീരുമാനിക്കുക. അത് ഈശ്വരന് സമർപ്പണമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ മനുഷ്യന് ചെയ്യാനുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ദുഃഖിച്ചിരുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ തീരാൻ പോണില്ല, അല്ലെ? ശരിയല്ല? ദുഃഖിച്ചതുകൊണ്ട് പ്രശ്നം തീരാൻ പോണില്ല. ദുഃഖിച്ചിരുന്നുകൊണ്ട് നമ്മളെ വിട്ടുപോയവര് തിരിച്ചു വരില്ല.
അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഏത് സിറ്റുവേഷൻ ആയാലും ശരി, പോയത് പോയി, ഏത് സിറ്റുവേഷൻ ആയാലും ദുഃഖം ഒഴിവാക്കിയിട്ട് എനിക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്, എന്റെ കർത്തവ്യം എന്താണ്, അത് തിരിച്ചറിയുക, അത് തീരുമാനിക്കുക. എന്നിട്ട് ആ ചെയ്യുന്നത് മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. എന്നിട്ട് മുന്നോട്ട്, അത് മാത്രമേ മനുഷ്യൻ ചെയ്യാനുള്ളൂ എന്നാണ്. അപ്പൊ സത്യസ്ഥിതി ഇതൊക്കെയാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർ പറയാറുണ്ട്, ദുഃഖം വരുന്നുണ്ടല്ലോ, എന്താ ചെയ്യാ? അല്ലെ, നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നല്ല, ദുഃഖം വരുന്നു, ദുഃഖം അനുഭവിക്കുന്നു, എന്താ ചെയ്യാ എന്ന് ചിലര് ചോദിക്കാറുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഈ ദുഃഖത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നാണ് പറഞ്ഞത്. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നിസ്സാരമായത്, നിസ്സാരമായ മനസ്സിന്റെ ബലഹീനതയാണ്, ഹൃദയത്തിന്റെ ബലമില്ലായ്മയാണ്, പാകതയില്ലായ്മയാണ് എന്ന്. അപ്പൊ നമ്മളുടെ മനസ്സിന് പാകത വരാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. പക്ഷെ ചിലര് പറയും ദുഃഖം മനസ്സിനെ പാകതയിലേക്ക് നയിക്കുമല്ലോ എന്നൊക്കെ ചിലര് പറയാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? പാകതയിലേക്ക് നയിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ പാകത ഇല്ല എന്നാണ് അർത്ഥം, ഇപ്പൊ മെച്യൂർഡ് അല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നത്. ആ മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ദുഃഖം വരുന്നത്, മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് ദുഃഖം വരുന്നത്, ദൗർബല്യമാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തു വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷാദം ദുഃഖം എന്ന് പറയുന്ന അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സത്യം എന്താണെന്ന് അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പോ ഈ ദുഃഖത്തിന്റെ സ്വഭാവം എന്താ? നമ്മളുടെ ജീവിതത്തെ മൊത്തം തളർത്തിക്കളയും, ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? മനുഷ്യൻ ഈ ദുഃഖത്തെ നീക്കം ചെയ്ത്, അല്ലെ, എന്ത് വേണം? വസ്തുബോധം തന്നെ, സത്യം എന്താണ് എന്നുള്ളത് അറിയണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സത്യം എന്താന്നുള്ളത് ബോധ്യം വരിക. എന്താണ് യഥാർത്ഥത്തിൽ എപ്പോഴും ഉള്ളത്, സത്യവസ്തു എന്താണ്, ആ ബോധം നേടാൻ സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പൗരുഷം കൊണ്ട് ദുഃഖത്തെ ജയിക്കണം എന്നാണ്, വിഷാദത്തെ ജയിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് അതാണ്, ദുഃഖത്തിനെ കടന്നു ചെല്ലണം. അപ്പോ ഇത് ഉപദേശിക്കുന്ന ആള് കൃഷ്ണനാണ്. കൃഷ്ണന്റെ ജീവിതം നോക്കൂ, അല്ലെ, അത് പറയുന്നുണ്ട്. കൃഷ്ണന്റെ ജീവിതം എങ്ങനെയായിരുന്നു? കൃഷ്ണന്റെ ജീവിതം ഇത് ഈ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് തന്റെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളായിരുന്നു കൃഷ്ണൻ, അല്ലെ. കൃഷ്ണൻ ഒരു സന്ദർഭത്തിലും കരഞ്ഞിട്ടില്ല, കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടില്ല. ശരിയല്ല? അത് എന്താണ്, സതീർത്ഥിനെ കണ്ടപ്പോഴാണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണത് കൃഷ്ണന്റെ. അത് ആനന്ദ കണ്ണീരായിരുന്നു, അല്ല. സതീർത്ഥിനെ കണ്ടതിന്റെ, കുചേലനെ കണ്ടതിന്റെ ആനന്ദം കാരണമായിരുന്നു വന്നത്. അല്ലാതെ ദുഃഖം കൊണ്ട്, വിഷമം കൊണ്ട് ഒരിക്കലും കൃഷ്ണൻ കരയുണ്ടായിട്ടില്ല. സ്വന്തം മക്കളടക്കം, സ്വജനങ്ങള്, തന്റെ കുലത്തിലുള്ളവരൊക്കെ എരകപ്പുല്ല ചെയ്ത് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന് വിഷാദം ഉണ്ടായിട്ടില്ല എന്നാണ്. വിഷാദം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വീണില്ല ആ കണ്ണിൽ നിന്ന് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഭൂമിയുടെ ഭാരം കുറയണ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ. ഈ ആളുകളൊക്കെ മരിച്ചു വീഴുമ്പോൾ സ്വന്തം ആളുകളാണ് മരിച്ചു വീഴുന്നത്. അപ്പോഴും പറയുന്നത് ഭൂമിയുടെ ഭൂഭാരം കുറയണ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്ലോകം ശരിക്കും നമ്മള് ഗ്രഹിച്ചാൽ തന്നെ നമ്മളുടെ ജീവിതം ധന്യമാകും എന്നാണ്. ഈ ഒരൊറ്റ ശ്ലോകം ആദ്യം തന്നെ പറയുന്നത്, ഈ ഒരൊറ്റ ശ്ലോകത്തിലെ ഉപദേശം തന്നെ ധാരാളം മതി എന്നാണ് പറയുന്നത്, നമ്മളുടെ ദുഃഖം മുഴുവൻ ഇല്ലാതാക്കാനായിട്ട്, ജീവിതം ധന്യമാവാനായിട്ട്. അപ്പൊ ഇനി ഈ ഭീഷ്മരെ കുറിച്ച്, അർജുനന്റെ ദുഃഖം അതാണ്. ഭീഷ്മരെ കുറിച്ച്, ദ്രോണരെ കുറിച്ച്, ഇവരോടൊക്കെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ വധിക്കുക എന്നാണ് അർജുനന്റെ സംശയം, അല്ലെ. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അർജുനൻ ദുഃഖിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഭീഷ്മരെ കുറിച്ചോ, ദ്രോണരെ കുറിച്ചോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ ദുഃഖിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അത് പറയുന്നത്? അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. 12ാമത്തെ ശ്ലോകം ചൊല്ലുക. അൺമ്യൂട്ട് ചെയ്യും. നത്തേവാഹം ചാതുരാസം നപ്തം നേമേ ജനാധിപഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ശബ്ദം മുഴുവൻ കേൾക്കുന്നില്ല കേട്ടോ, കുറവാണ്, ശബ്ദം കുറവാണ്. ഓക്കെ. ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. എന്താണ് ഇതിനർത്ഥം? അഹം തു ജാതു എന്ന് പറഞ്ഞാൽ ഞാനാകട്ടെ ഒരിക്കലും, നന ആസം തു ഏവ, ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറയാം.
ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിന്റെ അർത്ഥം? ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അതേപോലെ തന്നെ നീയും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഞാനും നീയും ഒന്നും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെയോ ഇമേജനാധിപ ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരും എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും എങ്ങനെയാണ്? ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാതിരിക്കൂല്ല എന്നാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവും. അവിടെ പറയുന്നത് ഇതാണ്, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല. പിന്നെയോ നീ യുദ്ധത്തിൽ കൊല്ലേണ്ടി വരും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴും ഉള്ളതായിരുന്നു. ഇനി ഭാവിയിൽ ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ ഉണ്ടായിരിക്കും, ഇല്ലാതാവുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ കൃഷ്ണനും അർജുനനും അതേപോലെ ഈ രാജാക്കന്മാർക്കൊന്നും ഒരിക്കലും നാശമില്ല, അവരെപ്പോഴും ഉള്ളതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇതാണ് സത്യം. ഇവർക്കൊന്നും ഒരിക്കലും നാശമില്ല, ഇവരെല്ലാവരും എപ്പോഴും ഉള്ളവരാണ്. അപ്പൊ ഇതാണ് സത്യം എന്ന് ഉറപ്പുണ്ടാകുമ്പോ പിന്നെ ഭീഷ്മരും ദ്രോണരും ഒക്കെ മരിച്ചു പോകും എന്ന് കരുതിയുള്ള അർജുനന്റെ ആ ദുഃഖം അറിവില്ലായ്മ കൊണ്ടുള്ള പരിഭ്രാന്തിയാണ് എന്നാണ് പറയുന്നത്. അർജുനൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് ഭഗവാൻ സൂചിപ്പിച്ചത്? നീയും ഞാനും എപ്പോഴും ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്കാണ് ഭഗവാൻ സൂചിപ്പിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഉള്ളില് സനാതനമായി സനാതന സ്വരൂപമാണ് ആത്മവസ്തു എന്ന് പറയുന്നത്. എല്ലാവരുടെയും സ്വരൂപമാണ് ആത്മവസ്തു, ആത്മാവാണ് സ്വരൂപം. അപ്പൊ ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താ? അത് സനാതനമാണ്, സനാതന സ്വരൂപം. എന്താണ് ഈ സനാതന സ്വരൂപം? എപ്പോഴും ഉള്ളത് എന്നർത്ഥം. സനാതനം, എപ്പോഴും ഉള്ളത്, നാശമില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ആത്മവസ്തു, ആത്മാവ് എന്ന് പറയുന്നത് സനാതന സ്വരൂപമാണ്, സനാതനമാണ്. അപ്പൊ നമ്മളുടെയൊക്കെ സ്വരൂപം എന്ന് പറയുന്നത് സനാതനമാണ്, എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു സത്യാന്വേഷിക്ക് പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയാം, പല പേരിട്ട് വിളിക്കാം, ബോധം അല്ലെങ്കിൽ ആത്മാവ്. രണ്ടാമത്തത് എന്താണ്? പദാർത്ഥങ്ങൾ, ജഡം എന്ന് പറയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളാണ്, ആത്മാവ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ ജഡം. എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് എന്ന് പറഞ്ഞാൽ, ബോധം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് സ്വയം അറിഞ്ഞ് അനുഭവിക്കാൻ കഴിവുള്ള വസ്തുവാണ് ബോധം. അല്ലെ? ബോധം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഞാൻ ഉണ്ട്. അത് എന്തിന്റെയൊക്കെ ഉണ്മ? തന്റെ ഉണ്മ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇല്ല എന്ന് പറയണമെങ്കിലും ആ സാധനം വേണം. ഉള്ളിൽ ആ സാധനം ഉണ്ടെങ്കിലും ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഉണ്മ എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ഉണ്മ, ഞാൻ ഉണ്ട് എന്ന അനുഭവമുണ്ട്, അതേസമയം എനിക്ക് ചുറ്റും മറ്റു പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്. അങ്ങനെ രണ്ട് അനുഭവമുള്ള വസ്തുവാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജഡം എന്ന് പറയുന്നതോ, അതിന് സ്വയം ഞാനുണ്ട് എന്നുള്ള ബോധമില്ലാത്തതാണ് ജഡം. അല്ലെ? ഉദാഹരണത്തിന് ഈ ലാപ്ടോപ്പിന് ഞാനുണ്ട് എന്നുള്ള ബോധമില്ല. ഉണ്ടോ? ലാപ്ടോപ്പിന് ഞാനുണ്ട് എന്നുള്ള ബോധമില്ല. പക്ഷെ നമ്മൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരാണ് ഉണ്മ, ആരാണ് ബോധം? ഞാനാണ് ബോധം. മറ്റതൊക്കെ ജഡമാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ഈ ശരീരത്തെ കുറിച്ച് ആലോചിക്കും. ശരീരത്തിന് സ്വയമേവ ഉണ്ട് എന്നുള്ള അനുഭവമില്ല. ശരീരത്തിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ആ അനുഭവം വരുന്നത്. അപ്പൊ ശരീരം ജഡമാണ് യഥാർത്ഥത്തിൽ. മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പോ ആത്മാവ് എന്താണ്, അല്ലെങ്കിൽ ബോധം എന്താണ്, ജഡം എന്താണെന്നുള്ളത് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് ആലോചിച്ചാൽ മതി. ഏതിനാണോ സ്വന്തം ഉണ്മ പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ ഉള്ളത്, അതാണ് ജഡത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇതാണ് സ്വന്തം ഉണ്ടെന്നുള്ള അനുഭവം അതിനില്ല. അപ്പോ ആ ബോധം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അത് സ്വതന്ത്രമാണ്, ഒന്നിനെയും അപേക്ഷിച്ച് നിലനിൽക്കുന്നതല്ല ബോധം എന്ന് പറയുന്നത്. പക്ഷെ ജഡം എന്ന് പറയുന്നത് അതിന് സ്വാതന്ത്ര്യമില്ല. അതിൽ ബോധം കൂടി ചേരുമ്പോഴേ അതിനുണ്ട് എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ.
സാപേക്ഷികമാണ് എന്ന് പറയും. അപ്പൊ ഈ ബോധം എന്ന് പറയുന്നത് ഒന്നിനോടും ബന്ധപ്പെടാതെ സ്വതന്ത്രമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നതാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എത്രയോ ആളുകൾ സാക്ഷാത്കരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൃഷ്ണനും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ സത്യത്തെ സാക്ഷാത്കരിച്ചറിഞ്ഞ ആളാണ് കൃഷ്ണൻ എന്നാണ് പറയുന്നത്. അപ്പൊ താൻ സാക്ഷാത്കരിച്ച ആ അനുഭവമാണ്, ആ ബോധാനുഭവം, അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് അർജുനോട് അർജുന, എന്റെയും നിന്റെയും ഈ രാജാക്കന്മാരുടെ ഒക്കെ സ്വരൂപം എന്ന് പറയുന്ന ബോധമാണ്, അല്ലെങ്കിൽ ആത്മാവാണ്. അതാണ് സ്വരൂപം. നേരത്തെ പറഞ്ഞില്ലേ, സ്വരൂപം സ്വഭാവം, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ രാജാക്കന്മാര്, നീയെ ഞാൻ എന്നൊക്കെ പറഞ്ഞ പുറമേക്ക് കാണുന്ന മുഴുവൻ സ്വഭാവമാണ്. പക്ഷെ സ്വരൂപം എന്ന് പറയുന്നത് ബോധമാണ്, നമ്മളുടെ എല്ലാവരിലെയും ആത്മാവാണ്. ആ ബോധത്തിന്റെ അല്ലെങ്കിൽ ആ ആത്മാവിന്റെ പ്രത്യേകത എന്താ? അതൊരിക്കലും ജനിച്ചിട്ടില്ല, ഒരിക്കലും ജനിക്കാത്തതാണ്, ഒരിക്കലും നശിക്കാത്തതുമാണ്. എന്ന് പറഞ്ഞാൽ സനാതനമാണ്. ആ ആത്മസ്വരൂപം എന്ന് പറയുന്നത് സനാതനമാണ്. നമ്മൾ ഓരോരുത്തരുടെയും സ്വരൂപം എന്ന് പറയുന്നത് സനാതനമാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ഇവിടെ എന്നും ഉള്ളതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, സനാതനമാണ് നമ്മളുടെ സ്വരൂപം എന്നറിഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ഒരാളെ കുറിച്ചും ദുഃഖമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? യെസ്. അപ്പൊ അത് എന്നും ഉള്ളതാണ്. ആ സ്വരൂപത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് നശിക്കുന്നില്ല. അപ്പോ ഇനി ആ വസ്തുവിന്റെ സ്വരൂപം മൊത്തത്തിലൊന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുക. ആത്മാവ് നിത്യമാണ് എന്നൊക്കെ സമ്മതിക്കാം. അങ്ങനെയൊക്കെ സമ്മതിച്ചാലും പക്ഷെ ഈ ശരീരങ്ങള്, ജഡമായിരിക്കുന്ന ഈ ശരീരങ്ങള് ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു, അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അല്ലെ, അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ശരീരം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുന്നുണ്ട്, പിന്നെ അത് നഷ്ടപ്പെടുന്നു, അപ്പൊ ദുഃഖം വരുന്നു. അപ്പൊ ഇതിന്റെ മറുപടിയാണ്, ഈ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾക്ക് ആത്മാവ് നിത്യമാണെന്ന് പറഞ്ഞു. എല്ലാവരുടെയും സ്വരൂപം എന്ന് പറയുന്നത് ആത്മാവാണ്, ബോധമാണ്. അത് നിത്യമാണ്, നാശമില്ലാത്തതാണ്, സനാതനമാണ്. പക്ഷെ ചിലർക്ക് സംശയം തോന്നും, നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ ഈ ശരീരങ്ങളൊക്കെ, ശരീരം ഉണ്ടാവണു, പിന്നെ ഉണ്ടല്ലാതാവുന്നു, നഷ്ടപ്പെടുന്നു, നശിക്കുന്നു. അപ്പൊ ഇത് ദുഃഖത്തിന് കാരണമല്ലേ എന്ന് സംശയിക്കാം എന്ന് പറയാണ്. അപ്പൊ അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് ഈ ശരീരം എന്നുള്ളത്? അതിന് അടുത്ത ശ്ലോകം വായിച്ചുള്ള 13-ാമത്തെ അൺമ്യൂട്ട് ചെയ്തു. ദേഹീനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അടുത്തത് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അടുത്തതിൽ പറയാണ് ദേഹിന എന്ന് പറഞ്ഞാൽ ജീവന്. ഈ ജീവന് ഈ സ്ഥൂല ശരീരത്തില്, ജീവന്റെ സ്ഥൂല ശരീരമാണ് അല്ലെ, ഇത് സ്ഥൂലമായ ഗ്രോസ് ആയിട്ടുള്ള ബോഡിയാണ്, ഇത് ഫിസിക്കൽ ബോഡി. ഈ ശരീരത്തിന് പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ശരീരത്തിൽ അല്ലെ. കൗമാരം, ശരീരത്തിന്റെ ഒരവസ്ഥയാണ് കൗമാരം. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളർന്നു യുവാവായി, യുവത്വം, യൗവനം വരുന്നു. പിന്നെ കുറച്ചുകൂടെ കൂടെ കഴിഞ്ഞാൽ വാർദ്ധക്യം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. ശരീരത്തിൽ കൗമാരം ഉണ്ടാവുന്നു, യുവത്വം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ വാർദ്ധക്യവും സംഭവിക്കുന്നു. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. അതേപോലെ തന്നെയാണ് ഈ ശരീരം വിട്ട് വേറൊരു ശരീരം സ്വീകരിക്കുക എന്നുള്ള ജനനവും അവിടെ സംഭവിക്കുന്നതുമാണ്. അപ്പൊ ഈ ദേഹം വിടുക എന്ന് പറഞ്ഞാൽ മരണമായി, അടുത്ത ശരീരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ജനനവുമായി. അതും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച്, ഈ ഒരു കാര്യത്തില് സത്യം അറിയാവുന്ന അറിവുള്ളവര്, ബുദ്ധിമാന്മാര് ഈ ഒരു സംഭവത്തിൽ തളർന്നു പോവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ആത്മാവ് നിത്യമാണ്, അത് നാശമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവല്ലേ ഓരോ ദശകളിലൂടെ കടന്നു, ശരീരത്തിന്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോവാണ്. കൗമാരത്തിലൂടെ പോകുന്നു ഈ ആത്മാവ്, യൗവനത്തിലൂടെ കടക്കുന്നു, ദെൻ വാർദ്ധക്യത്തിലൂടെ കടക്കുന്നു, പിന്നെ ഈ ശരീരത്തിനെ വിട്ട് അടുത്ത ശരീരത്തിലേക്ക് കയറുന്നു. ഇത്രയുള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് പറയണു അല്ല, ഇത്രയുള്ളൂ സംഭവം. അപ്പൊ ഇത് ഈ സത്യം അറിഞ്ഞ ബുദ്ധിമാന്മാരായ ആളുകൾ ഒരിക്കലും തളർന്നു പോവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഈ എന്താണ് എക്സിസ്റ്റന്റ്, അസ്തിത്വം, നിലനിൽപ്പിന്റെ രണ്ട് ഘടകങ്ങൾ, രണ്ട് പദാർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞു, ബോധം, ജഡം എന്നത്.
അതിൽ ബോധസ്വരൂപം എന്നുള്ളത് സ്വതന്ത്രമാണ്, അത് എന്നുമുള്ളതാണ്, സനാതനമാണ്. പക്ഷെ ജഡമോ? ജഡം സ്വാതന്ത്ര്യമില്ലാത്തതാണ്, അത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായതാണ്. ഈ ജഡം എന്ന് പറയുന്നത് എപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബോധം ജഡവുമായി ബന്ധപ്പെട്ട് പരിമിതമാണ് എന്നുള്ള തോന്നൽ വരുമ്പോ ആ അവസ്ഥയ്ക്കാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബോധം സനാതനമാണ്, അത് പക്ഷെ ഈ പരിമിതമായ സ്വാതന്ത്ര്യമില്ലാത്ത എപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരവുമായി ബന്ധപ്പെട്ടപ്പോ, ശരീരത്തിൽ വന്നപ്പോ അതിനെ ജീവൻ എന്ന് വിളിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ സനാതനമായിരിക്കുന്ന ആ ജീവനെ കെട്ടിയിടുകയാണ് ഈ ശരീരം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ശരീരം അതിനൊരു ബന്ധനത്തിന്, ഒരു കൂട്ടിൽ അകപ്പെട്ട പോലെ ആ ശരീരത്തിൽ വരുമ്പോ, അല്ലെ? ശരിയല്ല? മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ആത്മാവ് സ്വതന്ത്രമാണ്, നിത്യമാണ്, അല്ലെ? എപ്പോഴും ഉള്ളതാണ്, അത് സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ആ സ്വാതന്ത്ര്യ ഭാവം നഷ്ടപ്പെടുന്നു എവിടെ വരുമ്പോ? ഈ ശരീരത്തിൽ വരുമ്പോ. കാരണം ശരീരം ഒരു കൂട് പോലെയാ. ശരീരത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൽ പെട്ടുപോകുകയാണ്. അങ്ങനെയാണ് അത് ജീവൻ, അതാണ് ജീവൻ. അപ്പൊ ഈ ജീവനെ ബന്ധിച്ചു നിർത്തുന്ന ഘടകമാണ് ശരീരം, ജഡമാണ് ശരീരം. ഒരു ജീവന് 3 തരത്തിലുള്ള ശരീരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള ശരീരം? ഒന്ന് സ്ഥൂല ശരീരം, അത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദേഹം, സ്ഥൂല ശരീരം. രണ്ടാമത്തേത് സൂക്ഷ്മ ശരീരമുണ്ട്. മൂന്നാമത്തതാണ് കാരണ ശരീരം. ഇങ്ങനെ 3 ശരീരങ്ങളുണ്ട്. അപ്പൊ സ്ഥൂല ശരീരം നമ്മൾക്കൊക്കെ അറിയാം, ഈ ഒരു ബോഡി നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? പക്ഷെ സൂക്ഷ്മ ശരീരം എന്താണ്? സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളില് വിചാരങ്ങൾ, ചിന്തകൾ നടക്കുന്നു, വികാരങ്ങള്, ഇതെല്ലാം കൂടി ചേർന്ന അന്ധക്കരണം എന്ന് പറയുമല്ലോ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അന്ധക്കരണം. ഇതിന് സൂക്ഷ്മ ശരീരം എന്നാണ് പറയുക. അത് നമ്മളെ സൂക്ഷ്മ ശരീരമാണ്. മൂന്നാമത്തെ കാരണശരീരം. കാരണശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോ എവിടെ പോണെന്ന് ആർക്കും അറിയില്ല, ശരിയല്ലേ? ഉറക്കത്തിൽ നമ്മൾക്ക് ഒരു 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 ഇരുളിൽ പെട്ട പോലെ, ഒരു ഇരുണ്ട മറയാണ്. എവിടെയാണ് ഉറക്കത്തിൽ പോകണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ആ അറിവില്ലായ്മയുണ്ടല്ലോ, ആ ഒരു ഇരുണ്ട മറ, അതിന് കാരണശരീരം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 ശരീരത്തിലും കിടന്ന് കളിക്കുകയാണ് ഒരു ജീവൻ. ഉറങ്ങുമ്പോ കാരണശരീരത്തില്, അല്ലെ? ഉറങ്ങുമ്പോ കാരണ ശരീരത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാവും. സ്വപ്നമൊക്കെ കാണുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ്. അതുപോലെ ഉണർന്നിരിക്കുമ്പോ സ്ഥൂല ശരീരത്തിലുണ്ട്, സൂക്ഷ്മ ശരീരത്തിലുണ്ടാവും. കാരണം മനസ്സും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സ്വപ്നം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ പ്രവർത്തനമാണ് സ്വപ്നം കാണല്. അപ്പൊ ഈ അസ്ഥി, സപ്തധാതുക്കൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ സ്ഥൂലമായ ശരീരമാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതില് നമ്മള് ജനനത്തിലൂടെ സ്വീകരിക്കുകയും മരണത്തിലൂടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ഏത് ശരീരത്തെയാണ്? ഈ സ്ഥൂല ശരീരത്തെ മാത്രം. ജനിക്കുമ്പോൾ അത് ഉണ്ടാവുന്നു, മരിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഈ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടാലും ജീവന്റെ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും അവശേഷിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് അടുത്ത ജന്മങ്ങളിലേക്ക് വഴിവെക്കുന്നത്. സൂക്ഷ്മ ശരീരവും ഉണ്ടാവും, കാരണ ശരീരവും നിലനിൽക്കും. നേരെ മറിച്ച് ഈ 3 ശരീരവും ഇല്ലാതായി കഴിഞ്ഞാലോ പിന്നെ ജീവൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല, പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. കാരണ ശരീരവും നഷ്ടപ്പെട്ടു, സൂക്ഷ്മ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല, പിന്നെ ഈ ശരീരത്തിൽ വരേണ്ട ആവശ്യമില്ല, ജീവത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ പിന്നെ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരം ഇല്ലാതായാലും ഒരു ജീവൻ ശരീരത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏത് ശരീരമാണ്? അതൊന്നുകിൽ സൂക്ഷ്മ ശരീരത്തിൽ. അതുകൊണ്ടാണ് ദേഹി എന്ന് പറയുന്നത്. ഇതിനെ ദേഹി എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ദേഹമുള്ളവനാണ് ദേഹി, ദേഹത്തിലുള്ളവനാണ് ദേഹി. അപ്പൊ ഈ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടാലും സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഈ ദേഹം എന്നൊരു ശരീരം എന്ന് പറയുന്നതൊക്കെ ജഡമാണ്. അപ്പൊ ജഡമായതുകൊണ്ട് അതിന് പരിണാമം സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ പരിണാമങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കുക, ഉണ്ടാവുക, പിന്നെന്താണ്? നിലനിൽക്കുക, അല്ലെ? പിന്നെ വളരുക, പിന്നെ പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. 6 കാര്യങ്ങൾ, 6 ഭാവങ്ങളാണ് ഓരോ ജഡത്തിനുമുള്ളത് എന്നാണ് പറയുന്നത്. അത് എന്താണ്? ശക്തിസ്പന്ദനങ്ങൾ മുതൽ അതുണ്ട് എന്നാണ്. അതൊക്കെ ജഡരൂപമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ജഡരൂപങ്ങളിലെയും സ്വഭാവം ഇതാണ്. ഒന്ന് ഉണ്ടാവുക, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നിലനിൽക്കുക,
മൂന്നാമത്തത് വളരുക, നാലാമത്തത് പരിണമിക്കുക, അഞ്ചാമത്തത് ക്ഷയിക്കുക, ആറാമത്തത് നശിക്കുക. എല്ലാ ജഡത്തിന്റെയും പരിണാമം ഇങ്ങനെയാണ്, സ്വഭാവം ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജഡത്തിന്റെ ഇങ്ങനെ ഒരു സ്വഭാവം അതിനൊരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഈ ജഡത്തിന് ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അതിൽ സ്ഥിതി ചെയ്യുന്ന ബോധത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ്. അല്ല, ഈ ശരീരം ജഡമാണ്, അതിന്റെ കാര്യം വെച്ചു അത് ജനിക്കുന്നു, അല്ലെ, ജനിക്കുന്നു, പിന്നെന്താണ്, നിലനിൽക്കുന്നു, ജഡം ഈ ശരീരം വളരുന്നുണ്ട്, ശരീരത്തിന് പരിണാമം സംഭവിക്കുന്നു, പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് ക്ഷയിക്കാൻ തുടങ്ങുന്നു ശരീരം, അല്ലെ, വാർദ്ധക്യമാകുമ്പോൾ ക്ഷയിക്കാൻ തുടങ്ങും, ദെൻ നശിക്കുന്നു. ഈ 6 കാര്യങ്ങള് എല്ലാ ജഡത്തെ സംബന്ധിച്ചും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജഡത്തിന് ഇങ്ങനെയുള്ള മാറ്റം അത് അതിന്റെ സ്വഭാവമാണ്. പക്ഷെ അതിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് അല്ലെങ്കിൽ ബോധത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പൊ ബോധസ്വരൂപം തന്നെ മാറ്റമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ, അല്ലെ. പക്ഷെ ഇത് ആ കാരണ ശരീരത്തില് അതിനോട് ചേർന്ന് നിന്ന് ഉറങ്ങുന്ന അതേ ബോധം തന്നെയാണ് സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് രണ്ടും കഴിഞ്ഞ് സ്ഥൂല ശരീരത്തിനോട് ചേർന്ന് ഈ പ്രപഞ്ചത്തെ ചുറ്റുപാടുകളൊക്കെ അനുഭവിക്കുന്നതും ഒരേ ബോധമാണ്. അപ്പൊ ഈ 3 ശരീരങ്ങളിലും ഈ ഒരേ ബോധം തന്നെയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ, പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മനസ്സിൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്? എനിക്കാണ്, ഞാൻ അനുഭവിക്കുന്നു, അല്ലെ, ശരിയല്ല. എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്, ശരിയല്ല. ആരാ കണ്ടുകൊണ്ടിരിക്കുന്ന? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടു, ആരാ സ്വപ്നം കണ്ട്? ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറയുക. അവിടെയും ഞാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സ്ഥൂല ശരീരത്തിലിരിക്കുമ്പോൾ ഞാനുണ്ട്, സൂക്ഷ്മ ശരീരത്തിലിരിക്കുമ്പോൾ ഞാനുണ്ട്. ഇനി നിങ്ങൾ ഉറങ്ങി എന്ന് വിചാരിക്കുക. ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും, പറയാറില്ലേ? അപ്പൊ ആരാണ് അവിടെ ഉറങ്ങുന്നത്? അവിടെ ഉറങ്ങുന്നത് ഞാനാണ്. അപ്പൊ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ അത് കാരണ ശരീരത്തിലിരിക്കുന്നു, സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു, ബാക്കി ബാഹ്യമായുള്ള കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തിലിരിക്കുന്നു. ഇത് 3ഉം ചെയ്യുന്നത് ഒരാളാണ്. ആരാണ്? ഞാൻ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ആ ഞാൻ, അതാണ് ബോധം, അതാണ് ഉണ്മ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ. ഉണ്ട് എന്നുള്ള അനുഭവം ഞാനിനുണ്ട്, അല്ലെ, ഞാൻ ഉണ്ട്. അപ്പോ ഇതൊക്കെ ഈ അനുഭവമൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരേ ശരീരത്തില് ജനിക്കുക, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഓരോ ദശകൾ മാറി വരുന്നു. അതൊക്കെ ഈ ദശകളൊക്കെ മാറി വരുമ്പോഴും ജനിച്ച നിമിഷം മുതൽ ആ ദേഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിന് യാതൊരു മാറ്റവും ഉള്ളതായിട്ട് തോന്നില്ല. ശരിയല്ലേ? അല്ലെ, നമ്മൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രായമാവുന്നത് നമുക്ക് തോന്നാറില്ലല്ലോ. എന്തുകൊണ്ടാ പ്രായമാവുന്നത് തോന്നുന്നത്? ഒന്നുകിൽ നമ്മൾ കണ്ണാടി നോക്കുന്നുണ്ട്, കണ്ണാടിയിൽ നമ്മുടെ രൂപത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടോ ഇത് പ്രായമാവുകയാണ് എന്നുള്ള തോന്നൽ വരും, ശരിയല്ല? അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും പിറന്നാൾ ആഘോഷിക്കുന്നു. ഇനി പിറന്നാൾ എന്നാന്നറിയാത്ത ഒരാള്, തന്റെ സ്വന്തം രൂപം വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരാള്, നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രായമാവുന്നതായിട്ട് തോന്നലുണ്ടാവില്ല, ശരിയല്ല? കാരണം അവിടെ ഞാൻ എന്നുള്ള അവസ്ഥയാണ്, എപ്പോഴും ഞാൻ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജനിച്ച നിമിഷത്തിലുള്ള ഞാൻ തന്നെയാണ് മരിക്കാനും പോകുന്നത്. അന്ന് ഞാനുണ്ടായിരുന്നു, മരിക്കുന്ന സമയത്ത് ഞാനുണ്ട്. അപ്പൊ ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒരിക്കലും ബോധത്തിന് മാറ്റമുണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനെയാവുമ്പോ ഈ ഫിസിക്കൽ ബോഡി, ഈ സ്ഥൂലദേഹം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആ മരണം, അത് സംഭവിക്കുമ്പോഴും ബോധത്തിന് അല്ലെങ്കിൽ ആത്മാവിന് ഒരു ദോഷവും വരുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അത് ഇതിലൂടെ അങ്ങനെ ഈ പരിണാമത്തിലൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സത്യദർശി, സത്യം കണ്ടെത്തിയ ആള് ഇത് നിരന്തരമായി വിചാരം ചെയ്ത്, ലോജിക് ഉപയോഗിച്ച് വിചാരം ചെയ്ത് ബോധം വന്നതാണ് സത്യദർശി എന്ന്, സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള ആള്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ശരീരം നശിക്കുമ്പോ ആരെങ്കിലും നശിച്ചുപോയി എന്ന് തെറ്റിദ്ധരി ദുഃഖിക്കാറില്ല എന്ന് പറയുന്ന അർജുനോട്. അതുകൊണ്ട് അർജുനോട് പറഞ്ഞു, അതുകൊണ്ട് അർജുന, നീയും
ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയവരൊക്കെ ശരീരം മാത്രമാണെന്ന് കരുതിയുള്ള നിന്റെ ദുഃഖം നിർത്തൂ, അത് അവസാനിപ്പിക്കൂ എന്ന് പറയാം. അപ്പോ ഈ ദേഹിക്ക് ഈ ദേഹത്തിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ, ദേഹി ഈ ദേഹത്തിൽ പരിണാമം അനുഭവിക്കുന്നു. അപ്പൊ ഈ ദേഹത്തിൽ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഈ ദേഹമല്ലാതെ വേറെയും ദേഹങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ദേഹം, ഈ ശരീരം, ദേഹി, അതിലിരിക്കുന്ന ആള്, അപ്പൊ അതിന്റെ രണ്ടിന്റെയും സ്വരൂപം മനസ്സിലായി. അപ്പൊ ദേഹം എന്ന് പറയുന്നത് എപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ദേഹി എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ആ സത്തയാണ്, വസ്തുവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ദേഹത്തിന്റെ മാറ്റങ്ങൾ, ദേഹത്തിനുണ്ടാവുന്ന പരിണാമങ്ങൾ ഓരോ സ്റ്റേജ് വരുമ്പോ അതിലിരിക്കുന്ന ദേഹിക്ക് ദുഃഖമുണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ. എന്തിനാണൊരു പരിഹാരം? അതിനുള്ള മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. അല്ലെ, സത്യം ഇതൊക്കെയാണെങ്കിലും ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അതിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. അല്ലെ, അത് അനുഭവമാണ് എല്ലാവരുടെയും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിനെന്താണ് ഒരു മാർഗം? അതില്ലാതിരിക്കാനുള്ള മാർഗം എന്താണ്? ആ ഉപദേശമാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നമ്മൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. Be with yourself. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു ഗോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.